സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ കെ സി വേണുഗോപാൽജി അടക്കം ദീപാദാസ് മുൻഷി അടക്കം വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പുതിയതായി ചുമതല ഏറ്റെടുത്ത KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ, മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ, സമയമേറെ വൈകി പ്രസിഡന്റിൻ്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. വളരെയധികം സംതൃപ്തിയും സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് വ്യക്തിപരമായി എനിക്ക്. ഞാൻ 2002 ഈ KPCC ഓഫീസിൽ KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് KPCCയുടെ പ്രസിഡൻ്റായിരുന്നത് ബഹുമാനായ ശ്രീ K മുരളീധരൻ അവർകളായിരുന്നു. പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളായിരുന്നു. പിന്നീട് എനിക്ക് KPCCയുടെ പ്രസിഡന്റുമാരായ ശ്രീ VM സുധീരൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും, ശ്രീ MM ഹസനോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായും, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ അവർകളാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അംഗമായി ആദ്യമായി AICCയുടെ സെക്രട്ടറിയായി, അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറി ആയ അവസരത്തിൽ കർണാടകത്തിൽ AICCയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. എന്നോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, തെലങ്കാനയിൽ പോയി AICCക്ക് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു, ആവശ്യമായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലങ്കാനയിലും പോയി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെലങ്കാനയിലും നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു. ബഹുമാന്യായ ദീപാദാസ് മുൻഷിയോടൊപ്പം അവിടെ AICC സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, KPCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ AP അനിൽകുമാറിനോടും ഷാഫി പറമ്പലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. എന്നെ അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും, ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു കാറിലാണ് രാവിലെ 6 മണിക്ക് തൃശ്ശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ ശ്രീ K കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോയത്. അതേ കാറിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചത്. അതേ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ R ശങ്കറിൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. ഇത് കേവലം പ്രതീകാത്മകമായ യാത്രയായി മാത്രം കാണുന്നില്ല. ആ ഒരു കാറ് നേരത്തെ ജനറൽ സെക്രട്ടറി സംഘടന GSO സൂചിപ്പിച്ചതുപോലെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നതിൻ്റെ തുടക്കമായി തന്നെ ഞങ്ങളതിനെ കാണുകയാണ്. ആ കാറ് എന്ന് പറയുന്നത് 4 പേര് മാത്രമുള്ള കാറല്ല. കേരളത്തിലെ ബൂത്ത് തലം മുതൽ KPCC തലം മുതലെയുള്ള ഈ വേദിയിലുള്ള മുഴുവനായ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വാഹനമാണ്. 26-ൽ രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹനമാണ് ഇന്നലെ മുരളി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ അർഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുണ്ടറയിലെ ജനങ്ങൾ, ഞാൻ AICC സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്തും അവിടെയൊക്കെ പോകേണ്ട സമയത്ത് ധൈര്യമായിട്ട് പോയിക്കോ, പാർട്ടി പറഞ്ഞ ഒരു ഉത്തരവാദിത്വമല്ലേ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തന്ന ധൈര്യം, പ്രിയപ്പെട്ട കുണ്ടറക്കാരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ AP അനിൽകുമാർ MLA. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ KC വേണുഗോപാൽജി അടക്കം ദീപാദാസ് മുൻഷി അടക്കം വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാരെ, പുതിയതായി ചുമതല ഏറ്റെടുത്ത KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ, മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ, സമയമേറെ വൈകി പ്രസിഡന്റിൻ്റെ മറുപടി പ്രസംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. വളരെയധികം സംതൃപ്തിയും സന്തോഷവും അഭിമാനമുള്ള നിമിഷമാണ് വ്യക്തിപരമായി എനിക്ക്. ഞാൻ 2002 ഈ KPCC ഓഫീസിൽ
KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് KPCCയുടെ പ്രസിഡൻ്റായിരുന്നത് ബഹുമാനായ ശ്രീ K. മുരളീധരൻ അവറുകളായിരുന്നു. പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളായിരുന്നു. പിന്നീട് എനിക്ക് KPCCയുടെ പ്രസിഡന്റുമാരായ ശ്രീ VM സുധീരൻ്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും ശ്രീ MM ഹസനോടൊപ്പം KPCC ജനറൽ സെക്രട്ടറിയായും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ അവറുകളാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അംഗമായി ആദ്യമായി AICCയുടെ സെക്രട്ടറിയായി അദ്ദേഹം AICCയുടെ ജനറൽ സെക്രട്ടറിയായ അവസരത്തിൽ കർണാടകത്തിൽ AICCയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം തന്നത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു. എന്നോട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, തെലങ്കാനയിൽ പോയി AICCക്ക് വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമായിരുന്നു, ആവശ്യമായിരുന്നു. അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലങ്കാനയിലും പോയി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തെലങ്കാനയിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു. ബഹുമാന്യായ ദീപാദാസ് മുൻഷിയോടൊപ്പം അവിടെ AICC സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത്, KPCCയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. ഇന്ന് ശ്രീ AP അനിൽകുമാറിനോടും ഷാഫി പറമ്പിലിനോടൊപ്പം ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞതിൽ വലിയ തോതിൽ അഭിമാനിക്കുന്നു. എന്നെ അതിന് പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, അനുസ്മരിക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. ഇന്നലെ തന്നെ ഞങ്ങളെല്ലാവരും ഒരു കാറിലാണ് രാവിലെ 6 മണിക്ക് തൃശ്ശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ ശ്രീ K. കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്താൻ പോയത്. അതേ കാറിൽ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചത്. അതേ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ R. ശങ്കരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. ഇത് കേവലം പ്രതീകാത്മകമായ യാത്രയായി മാത്രം കാണുന്നില്ല. ആ ഒരു കാറ് നേരത്തെ ജനറൽ സെക്രട്ടറി സംഘടന GSO സൂചിപ്പിച്ചതുപോലെ ഒരു ടീമായി മുന്നോട്ട് പോകുന്നതിൻ്റെ തുടക്കമായി തന്നെ ഞങ്ങളതിനെ കാണുകയാണ്. ആ കാറ് എന്ന് പറയുന്നത് 4 പേര് മാത്രമുള്ള കാറല്ല. കേരളത്തിലെ ബൂത്ത് തലം മുതൽ KPCC തലം മുതലെയുള്ള ഈ വേദിയിലുള്ള മുഴുവനായ നേതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വാഹനമാണ്. 26-ൽ രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹനമാണ് ഇന്നലെ മുരളി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ അർഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കുണ്ടറയിലെ ജനങ്ങൾ, ഞാൻ AICC സെക്രട്ടറിയായി പ്രവർത്തിച്ച സമയത്തും അവിടെയൊക്കെ പോകേണ്ട സമയത്ത് ധൈര്യമായിട്ട് പോയിക്കോ, പാർട്ടി പറഞ്ഞ ഒരു ഉത്തരവാദിത്വമല്ലേ, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തന്ന ധൈര്യം പ്രിയപ്പെട്ട കുണ്ടറക്കാരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട്, എല്ലാവരോടുമുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ AP അനിൽകുമാർ MLA.